ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നുവെന്ന് വ്യോമസേന അറിയിക്കുന്നു. ഊഹാപോഹങ്ങളിൽ നിന്നും വ്യാജ വിവരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും വ്യോമസേന അറിയിക്കുന്നുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് വ്യോമസേന പറയുമ്പോൾ നമുക്ക് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം വെടിനിർത്തൽ ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളിലും എത്തി അതുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇന്നലെ വൈകിട്ട് നമ്മളെ അറിയിച്ചിരുന്നത് വിദേശകാര്യ സെക്രട്ടറി. അതിനുശേഷം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് തിരിച്ചടി നൽകുകയും ചെയ്തു ഇന്ത്യ. ഇനി എന്തുകൊണ്ടായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നിപ്പോൾ ഇങ്ങനെ ഒരു അറിയിപ്പ് വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് വരുന്നത്? കുറേയേറെ ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ചില ഇടങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു. നേരെ ഇന്ത്യക്ക് വലിയ ആഘാതമുണ്ടാക്കി തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് വ്യോമസേന ആവശ്യപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ ഗോയിങ് ഓൺ, തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വ്യോമസേന പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച വിശദമായ ചില കാര്യങ്ങൾ അല്പസമയത്തിനകം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പറയുമെന്ന് വ്യോമസേന പറയുന്നു. ഒരുപക്ഷെ നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള മറ്റു വിവരങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭീകരർക്കെതിരെയുള്ള ഒരു ആക്രമണമാണ്. അത് തുടരുമെന്നായിരിക്കാം വ്യോമസേന ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അല്പസമയത്തിനകം, സമയം വ്യക്തമാക്കിയിട്ടില്ല, ഉടൻ എന്നാണ് പറഞ്ഞത്. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തും വ്യോമസേന. ആ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. അതുവരെ ഊഹാപോഹങ്ങളിൽ നിന്ന്, വ്യാജ വാർത്തകളിൽ നിന്ന്, വ്യാജമായ വിവരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നും വ്യോമസേന ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പെഹൽഗാമിന് തിരിച്ചടിയായി ഇന്ത്യ ഉപയോഗിക്കാനുള്ള ആ വാക്ക് തന്നെ ഉപയോഗിക്കാനുള്ള കാരണം നമുക്കറിയാം അനൂപ്. നമ്മൾ ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യത്തെ ദിവസം ലക്ഷ്യമിട്ടിരുന്നത് ഭീകരവാദ ക്യാമ്പുകളാണ്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും പ്രവർത്തിച്ചു വന്നിരുന്ന 9 ഭീകരവാദ ക്യാമ്പുകളായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് അതിന്റെ പാകിസ്ഥാന്റെ പ്രകോപനം, പിന്നീട് ഇന്ത്യ അതിനെ പ്രതിരോധിക്കുന്നു, പ്രത്യാക്രമണം. ഇതാണ് കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിനപ്പുറം സ്വാഭാവികമായും അതിർത്തി മേഖലകളിലൊക്കെയുള്ള ജാഗ്രത, അതുമായിട്ട് സ്വീകരിക്കുന്ന മുൻകരുതലുകൾ, ഇപ്പോൾ ഇന്നലെ രാത്രി പോലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ചില ഭാഗത്ത് പ്രകോപനങ്ങൾ ഉണ്ടായി, വെടിവെപ്പൊക്കെ ഉണ്ടായി എന്നറിയുന്നു. അപ്പൊ ആ രീതിയിലുള്ള മുൻകരുതലുകളും ആയിരിക്കില്ലേ ഒരു പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒരു കാരണം? അതായിരിക്കാം. അതായത് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞതാണ്, നമ്മൾ ആക്രമണം നടത്തുന്നത് ഭീകരർക്കെതിരെയാണ്, ഭീകര ക്യാമ്പുകൾക്കെതിരെയാണ്. അതിനാണ്, ആ ഓപ്പറേഷനാണ് നമ്മൾ സിന്ദൂർ എന്ന് പേര് നൽകിയത്. നമ്മുടെ രാജ്യത്തെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ, അതായത് ഭാര്യമാരുടെ മുന്നിലൊക്കെ വെച്ചിട്ടായിരുന്നു ഈ ഭീകരർ വെടിയുതിർത്ത് കൊലപ്പെടുത്തി കളഞ്ഞത് ആളുകളെ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. അതുകൊണ്ട് തന്നെ ഭീകരർക്കെതിരെയുള്ള നടപടികൾ അവസാനിച്ചിട്ടില്ല, അത് തുടരുന്നു. അതേപ്പറ്റിയുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകും എന്നാണ് വ്യോമസേന ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വ്യാജ വാർത്തകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു വ്യോമസേനയുടെ വിംഗ് കമാൻഡർ അവരുടെ പക്കലുണ്ട്, പാകിസ്ഥാന്റെ കയ്യിലാണ്, പിടിയിലാണ്, കസ്റ്റഡിയിലാണെന്ന് പറയുന്ന വ്യാജ വാർത്തകളൊക്കെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ വ്യാജ വാർത്തകൾ കൂടി, അതിൽ കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയായിരിക്കില്ലേ ഈ വാർത്താ സമ്മേളനം, ഈ വിശദീകരണം വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന്? അനൂപ്, ഉറപ്പായിട്ടും വ്യോമസേന അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഊഹാപോഹങ്ങൾ, ഒപ്പം തന്നെ വ്യാജ വാർത്തകൾ, ഇത് രണ്ടും വിശ്വസിക്കരുത്, ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഒരു വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് എന്ന ഒരു വ്യാജമായ വാർത്ത അവർ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ അത് തെറ്റാണെന്ന് വ്യോമസേന നേരത്തെ തന്നെ വ്യക്തമാക്കി. മാത്രവുമല്ല, ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ നടത്തിയ കുറേയേറെ തെറ്റായ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ചില സ്ഥലങ്ങൾ ആക്രമിച്ചു എന്നും, നമ്മുടെ പ്രധാനപ്പെട്ട റഫേൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം തെറ്റാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ കുറേയേറെ ഇത്തരം വ്യാജമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാൻ. എന്നാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഞങ്ങൾ വാർത്താ സമ്മേളനം നടത്തി പറയും. ഇതാണ് വ്യോമസേന ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചുരുക്കി പറയാം, വെടിനിർത്തൽ ധാരണയുമായി ഇന്ത്യ മുന്നോട്ട് പോകും. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായാൽ തിരിച്ചടിക്കും, പ്രതിരോധിക്കും. പക്ഷേ ഇനി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ഫേസ് കഴിഞ്ഞു. ഇനി പ്രതിരോധമാണ്, ജാഗ്രതയാണ്. അതോടൊപ്പം തന്നെ വ്യാജ വാർത്തകൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ്.
ശരിയാണ് ആര്യ. ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്ന് വ്യോമസേന പറഞ്ഞത് വെച്ചിട്ട് ഇപ്പോഴും ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. അതിർത്തിയിലാകെ സമാധാന അന്തരീക്ഷമുണ്ട്, എവിടെയും ഏറ്റുമുട്ടൽ നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വ്യാജ വാർത്തകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്.